സംസ്ഥാന സ്കൂൾ കായികമേള വ്യാഴാഴ്ച വളരെ പ്രതീക്ഷകൾ ഉണർത്തുന്ന മത്സരങ്ങളാണ് എല്ലാ വേദിയിലും നടന്നത്. ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ രാവിലെ 7-ന് 3000 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് ട്രാക്ക് ഉണർന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗത്തിലെ ഗേൾസിന്റെയും ബോയ്സിന്റെയും 100 മീറ്റർ മത്സരവും ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്നു. കാലാവസ്ഥ തലേ ദിവസത്തെ പോലെ അനുകൂലമായിരുന്നില്ലെങ്കിലും വേദികളിൽ മത്സരങ്ങൾ മിക്കവാറും നിശ്ചയിച്ച രീതിയിൽ നടന്നു. എന്നാൽ കാലടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കേണ്ടിയിരുന്ന വോളിബോൾ മത്സരം കേരള പോലീസ് സ്പൈക്ക് വോളിബോൾ കോർട്ടിൽ വെച്ച് നടത്തേണ്ട സാഹചര്യവുമുണ്ടായി. പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ മത്സരരംഗത്തുണ്ടായിരുന്നു. കോഴിക്കോടും ആലപ്പുഴയും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആവേശകരമായി. കാണികളും കണ്ടുനിന്നവരും മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റു കുട്ടികളും എല്ലാം മറന്ന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 2 ക്വാർട്ടർ ഫൈനൽ മത്സരം കൂടി ഈ സ്റ്റേഡിയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ടോട്ടൽ 14 ജില്ലകൾ പങ്കെടുക്കുന്ന ജൂനിയർ ഗേൾസിൻ്റെ വോളിബോൾ ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ ഈ 14 മാച്ചസ് ഉണ്ടാവും. ഇതിൽ ആദ്യ പാദ മത്സരം, പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ 6 എണ്ണവും, ക്വാർട്ടർ ഫൈനൽ മത്സരം എന്ന് പറഞ്ഞാൽ 4 എണ്ണവും, സെമി ഫൈനൽ 2ഉം, ഒരു ലൂസേഴ്സ് ഫൈനലും, അങ്ങനെ ടോട്ടൽ 14 മാച്ചസാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഗേൾസിൻ്റെ ഈ മത്സരം 22, 23, 24 3 ദിവസം കൊണ്ടാണ് ഈ സ്റ്റേഡിയത്തിൽ അവസാനിക്കുന്നത്. അതിനുശേഷം ജൂനിയർ ബോയ്സ് ഇതേ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന മത്സരം കോഴിക്കോടും ആലപ്പുഴയും തമ്മിലുള്ള 2ാമത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളാണ്. അപ്പോൾ ഇനിയും ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ ഇനിയുമുള്ള മത്സരങ്ങൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. കോഴിക്കോടും ആലപ്പുഴ ടീമും തമ്മിലുള്ള വോളിബോൾ കളിയുടെ ആവേശം എടുത്തു പറയത്തക്കതായി മാറി. ഒടുവിൽ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കോഴിക്കോട് ടീം വിജയികളായി. സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ജൂഡോ മത്സരങ്ങൾ അരങ്ങേറിയത്. ഒരു മാർഷൽ ആർട്ടായി രംഗപ്രവേശനം ചെയ്ത ജൂഡോ ഇന്ന് ഒരു വിശ്വവിഖ്യാത കായിക ഐറ്റമാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ മത്സരങ്ങൾ അരങ്ങേറി. എറണാകുളവും തൃശൂരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കാണികളിൽ ആവേശമുണർത്തി.
സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ മറ്റൊരു ഭാഗം കബഡി മത്സരങ്ങൾക്ക് വേദിയായി. കായികമായ കരുത്തും ആത്മവിശ്വാസവും പ്രായോഗിക ബുദ്ധിയും വേഗതയുമൊക്കെ ഒത്തുചേരുന്ന ഈ മത്സരം കാണികളുടെ കണ്ണിൽ ഒരു വിസ്മയമൊരുക്കി. ഇവിടെ ഇന്നലെ 135ഓളം കായിക വിദ്യാർത്ഥികളാണ് ചികിത്സ തേടിയെത്തിയത്. പല വിധത്തിലുള്ള പരിക്കുകൾ, മസിൽ സ്ട്രെയിൻ, ലിഗമെന്റ് സ്ട്രെയിൻ, മസിൽ പുള്ളുകൾ, ചതവുകൾ, ഇടി, തലയ്ക്കും ശരീരത്തിനും പല ഭാഗത്തും കിട്ടി ഇടി, അതിനെല്ലാമായിട്ടുള്ള ചികിത്സ തേടിയെത്തി. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരാളെ പോലും റെഫർ ചെയ്യാൻ ഇടവരാതെ എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള ചികിത്സ കൊടുക്കാനിടയായി. കളിക്കാൻ ഇനി പറ്റുമോ എന്ന് പേടിച്ചിരുന്ന പലർക്കും നമ്മൾ നമ്മുടെ പ്രാഥമിക ചികിത്സ മൂലം അവർക്ക് തുടർ കളികളിൽ പങ്കെടുക്കുവാൻ ഇടവരികയും അവർക്ക് മത്സരങ്ങളിൽ സമ്മാനം കിട്ടുവാൻ ഇടവരികയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും സബ് ജൂനിയർ ഹൈജംപ് സ്പോർട്സ് പ്രേമികൾക്ക് ആവേശമായി. പല മത്സരാർത്ഥികളും നാളെയുടെ പ്രതീക്ഷകൾ ഉണർത്തി. ഈ വർഷം നമ്മൾ ചെയ്തൊരു പ്രത്യേകതയാണ്, കഴിഞ്ഞ വർഷം കുറേ ഇവൻറ്റുകൾക്കുണ്ടായിരുന്നു ക്വാളിഫിക്കേഷൻ കോമ്പറ്റീഷൻസ്. ഒരു 16 അത്ലറ്റ്സ് കൂടുതലുള്ള ഒരു ഫീൽഡ് ഇവൻ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്വാളിഫിക്കേഷൻ കോമ്പറ്റീഷൻസ് വേണമെന്നാണ് വേൾഡ് അത്ലറ്റിക്സ്, ലോക അത്ലറ്റിക്സ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെ സംഘടന അവർ നിഷ്കർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഈ ക്വാളിഫിക്കേഷൻ കോമ്പറ്റീഷൻസ് ഫീൽഡ് ഇവൻറ്റ്സിൽ. അതുകൊണ്ട് തന്നെ ഫൈനലിൽ പങ്കെടുക്കുന്ന 12 പേർക്ക് ഏറ്റവും മികച്ച സൗകര്യത്തോടു കൂടി ഫൈനലിൽ അവരുടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകം പറയാനുള്ളത്, ഇതിന് മത്സരം നിയന്ത്രിക്കുന്ന ജഡ്ജസ് അല്ലെങ്കിൽ റെഫറീസ് ആൻഡ് അമ്പയേഴ്സ് എന്ന് പറയുന്ന ടെക്നിക്കൽ ഒഫീഷ്യൽസിൻ്റെ ടീം എന്ന് പറയുന്നത്. ഇതിൽ ഈ ടെക്നിക്കൽ ടീംസിന് ഓരോ ഈവൻറ്റിലും അവനെ ലീഡ് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ഒഫീഷ്യൽസാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ചതെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒരു ദേശീയ മത്സരങ്ങളിൽ സ്ഥിരമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റിൽ പങ്കെടുക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും, കേരളത്തിലുള്ള നമ്മുടെ ഏറ്റവും മികച്ച ടെക്നിക്കൽ ഒഫീഷ്യൽസ്. ഓട്ടത്തിനിടയിലോ ചാട്ടത്തിലോ സംഭവിക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ഉടൻ തന്നെ പരിഹരിക്കുന്നതിനായി ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് തിരുവനന്തപുരം യൂണിറ്റിന്റെ ഒരു സംഘം തന്നെ കളിക്കളത്തിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ നിന്നും ഒരു കൂട്ടം ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഗ്രൗണ്ടുകളിലും 12ഓളം വേദികളിൽ മുഴുവൻ സമയവും സജീവമായി പ്രവർത്തിക്കുകയാണ്. എല്ലാ രീതിയിലും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലൊക്കെ ഫസ്റ്റ് ഹാൻഡ് നമ്മൾ ഒരു കോൺടാക്റ്റ് എന്ന നിലയ്ക്ക് ഇഞ്ചുറി മാനേജ് ചെയ്യാൻ കഴിവുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകൾ എല്ലാ വേദികളിലും തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. കായിക താരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി അവരുടെ പരിക്കുകൾ എത്രയും പെട്ടെന്ന് ഭേദമാക്കി അടുത്ത മത്സരങ്ങളിലേക്ക് ഇറക്കുക എന്നുള്ള ഒരു ദൗത്യം ഇവിടെ ഈ ശക്തമായ ടീം നിറവേറ്റി വരികയാണ്. 12 വേദികളിലും എല്ലാ ഒരു ഷിഫ്റ്റ് വൈസിൽ രാവിലെയും വൈകുന്നേരവും മത്സരം കഴിയുന്നത് വരെ 20ഓളം ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ നേതൃത്വത്തിൽ എല്ലാ വേദികളിലും ശക്തമായ ഒരു ടീം തന്നെ പ്രവർത്തിച്ചു വരികയാണ്. കായിക താരങ്ങൾക്ക് പരിക്കുകൾ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊടുത്ത് അവരെ അടുത്ത മത്സരത്തിന് യോഗ്യരാക്കുക എന്ന ഒരു ഉത്തമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു ടീം തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത്.
ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ആവേശം കൊള്ളിച്ചുകൊണ്ടുള്ള ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ മത്സരങ്ങൾ നടന്നു. ഞങ്ങൾ ബാഡ്മിൻ്റൺ ഇവൻറ്റിനാണ് ഇവിടെ വന്നത്. അപ്പം ഡിസ്ട്രിക്റ്റ് ഞങ്ങൾ റണ്ണറപ്പ് ആയിരുന്നു. അപ്പം സ്റ്റേറ്റ് ഞങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞങ്ങളൊരു 6 മാസത്തോളമായി കോച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രത്തോളം എത്താനൊക്കെ പറ്റിയത് ഞങ്ങളുടെ കോച്ചും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഭയങ്കര ഞങ്ങളുടെ ഫസ്റ്റും ലാസ്റ്റും ആണ്. ഞങ്ങൾ അതിനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പോൾ ഓപ്പൺ സെലക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാക്സിമം ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മേളയുടെ വേഗതാരത്തെ കണ്ടെത്തുന്ന ഗ്ലാമർ ഇനമായ 100 മീറ്റർ ഫൈനൽ വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങി. ആദ്യ ഇനത്തിൽ കോഴിക്കോട് നിന്നുള്ള ദേവനന്ദ വി ബിജു 12.45 സെക്കൻഡിൽ വിജയം പൂർത്തിയാക്കി. വളരെ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ സമയം ചെയ്യാൻ പറ്റില്ല, വേദനയായിട്ട്. റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ പോലീസ് ആവണമെന്നാണ്. എക്സൈറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതിപ്പോൾ ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത്. ഡോക്ടർ സർജറി പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അത് കാരണം ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ സർജറി ചെയ്യാൻ പോവുകയാണ്. അപ്പൻഡിക്സ് നിൽക്കുന്നതാണ്. കഴിഞ്ഞ ഒരാഴ്ച എടുത്താണ്. HRDS അക്കാദമിയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. അവരൊക്കെ സപ്പോർട്ട് നടത്തും ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പോകുന്ന നോക്കിയതുകൊണ്ട് സാറ് ഞങ്ങളുടെ കാര്യങ്ങൾ സന്തോഷം, ഭയങ്കര സന്തോഷം. രണ്ടാമത്തെ ഇനമായ ജൂനിയർ ബോയ്സ് മത്സരത്തിൽ ആലപ്പുഴ നിന്നുള്ള അതുൽ TM 10.81 സമയത്തിനുള്ളിൽ തന്റെ വിജയം പൂർത്തീകരിച്ചു. സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. എന്നെ ഇവിടം വരെ എത്തിച്ചതും എന്നെ ഇങ്ങനെ ആക്കിയതും എൻ്റെ കോച്ചാണ്. ഹീറ്റ്സിൽ ഓടിയാലും കുറച്ചുകൂടി ടൈം ബെറ്റർ ആക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അത് എന്തോ സാഹചര്യം കൊണ്ട് നടന്നില്ല. അത് ക്ലൈമറ്റിൻ്റെ ആയിരിക്കാം. മൂന്നാമത്തെ ഇനമായ സീനിയർ ഗേൾസിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദിത്യ അജി 12.11 സമയത്തിനുള്ളിൽ വിജയം പൂർത്തീകരിച്ചു.
വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച് വന്ന മെഡൽ തന്നെയായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചൊരു ടൈം ചെയ്യാൻ പറ്റില്ല, അതിലൊരു ചെറിയ വിഷമമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഇലക്ട്രോണിക് ടൈം വെച്ച് നോക്കുമ്പോൾ ബെസ്റ്റ് ടൈമാണ്. അതിൽ നല്ല സന്തോഷമാണ്. ഈച്ചിൽ എൻ്റെ ടൈം തന്നെയായിരുന്നു ആദ്യം ബെസ്റ്റ് നിന്നിരുന്നത്. ഫൈനൽ എത്തിയപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് നടന്നത്. കോമ്പറ്റീറ്റീവ്സ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല കോമ്പറ്റീഷൻ, ഇതുവരെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ എനിക്ക് ഫീൽ ചെയ്ത ഈ വർഷത്തെ കോമ്പറ്റീഷനാണ്. 4ാമത്തെ ഇനമായ സീനിയർ ബോയ്സിൽ പാലക്കാട് നിന്നുള്ള ജെ നിവേദ് കൃഷ്ണ 10.79 സമയത്തിനുള്ളിൽ തന്റെ 1ാം സ്ഥാനം നിലനിർത്തി. സന്തോഷം തന്നെയാണ്. പക്ഷേ റെക്കോർഡ് ആകാൻ പറ്റാത്ത സങ്കടം. പറഞ്ഞ പോലെ തന്നെ ഇഞ്ചോർഡായിരുന്നു 1 മാസം. അത് കഴിഞ്ഞ് ഡിസ്ട്രിക്ട് കഴിഞ്ഞ് 1 വീക്ക് മാത്രമേ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ റെക്കോർഡ് എന്തായാലും എടുക്കാൻ പറ്റുമായിരുന്നു. അതെ, ബെസ്റ്റാണ്. PB ബെസ്റ്റാണ്. PB ആയിരുന്നു. ഫാദറാണ്. കുഴപ്പമില്ല, കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു. ആ ഇഞ്ചുറി ഇല്ലാന്നുണ്ടെങ്കിൽ അവൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സ്റ്റേറ്റ് റെക്കോർഡ് എടുത്തിട്ടുണ്ടാവും. അതെ അതെ. ഭാവിയിൽ ഒരു വേൾഡ് ജൂനിയർ വരുന്നുണ്ട് ഓഗസ്റ്റിൽ. അതിൽ ക്വാളിഫൈ ആകാന്നുള്ളതാണ് ഇപ്പോൾ ഒരു പരിശീലനം. അത്യാവശ്യം ബെറ്റർ ആയിട്ടാണ് പോണത്. ഈ ഒരു അത്ലറ്റിക്സ് മത്സരങ്ങൾ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി നിങ്ങളിന്ന് ഒരു കാര്യം രാവിലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ രാവിലത്തെ ഷെഡ്യൂൾ പ്ലാൻ ചെയ്തത് 7 മണിക്കാണ്. കൃത്യം 7 മണിക്ക് നമ്മുടെ ആദ്യത്തെ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 10:40, 10:45 മത്സരം അവസാനിക്കുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. കൃത്യമായിട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു സമയത്തെ സംബന്ധിച്ചൊരു കൃത്യത, ക്ലിപ്തത നമുക്ക് ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി സാങ്കേതിക വിദ്യകൾ ഏതൊരു ദേശീയ അന്തർദേശീയ മത്സരത്തോടും കിടപിടിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ, ഉദാഹരണമായിട്ട് ഫോട്ടോ ഫിനിഷ് സിസ്റ്റം, സ്റ്റാർട്ട് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഫൗൾ സ്റ്റാർട്ട് ഡിറ്റക്ടർ, അതുപോലെ ഫീൽഡ് ഹൊറിസോണ്ടൽ ഈവൻസ് എന്ന് പറയുന്ന ത്രോസും ലോങ് ജമ്പ്, ട്രിപ്പിൾ ജമ്പ്, അതിനുള്ള അളവ്, ദൂരം അളക്കുന്ന ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷറർ എന്ന് പറയുന്ന EDM എന്നാണ് ഞങ്ങൾ പറയുക. ആ സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ഇതാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് ഏത് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലും ഉപയോഗിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മൾ ഈ സ്കൂൾ കോമ്പറ്റീഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു മത്സരക്രമം നമ്മുടെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കത് പൂർണ്ണമായിട്ടും അത് അനുഭവവേദ്യമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച എല്ലാ സൗകര്യങ്ങളും നമ്മുടെ പൊതുവിദ്യാലയത്തിലെ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ കുട്ടികൾക്ക് നമുക്ക് ലഭ്യമാക്കുക എന്നുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ, നമ്മുടെ സർക്കാരിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ഇച്ഛാശക്തിയാണ് നമ്മളെ ഈ മത്സരങ്ങൾ ഇത്രയും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത്. എന്നോട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും, ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ സംഘടിപ്പിക്കുന്ന അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുകളിൽ ഒന്നാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള.